ഒരു ബഹിരാകാശ പേടകത്തെയോ ഉപഗ്രഹത്തെയോ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്നതിന് കൃത്യതയും വിശ്വാസ്യതയും ആവശ്യമാണ്. എന്നാൽ കാര്യങ്ങൾ പിഴച്ചാൽ എന്ത് സംഭവിക്കും? വിക്ഷേപണ പരാജയങ്ങളുടെ ഒരു പ്രധാന കാരണം മൾട്ടി സ്റ്റേജ് റോക്കറ്റുകളിൽ തുടർന്നുള്ള ഘട്ടങ്ങൾ ജ്വലിപ്പിക്കാത്തതാണ്. ഇത് ദൗത്യം പൂർണ്ണമായും പരാജയപ്പെടാനിടയാക്കും. വിക്ഷേപണ പരാജയം മൂലമുണ്ടാകുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങൾ തടയുന്നതിന് റോക്കറ്റുകൾക്ക് സ്വയം നശിപ്പിക്കാനുള്ള സംവിധാനം അഥവാ ഒരു ഫ്ലൈറ്റ് ടെർമിനേഷൻ സിസ്റ്റം ഉണ്ട്. ഇത് റോക്കറ്റിനെ വായുവിൽ വെച്ച് തന്നെ തകർക്കുന്നു. ഇങ്ങനെ റോക്കറ്റ് ജനവാസമുള്ള പ്രദേശങ്ങളിൽ വീണ് ആളുകൾക്കും സ്വത്തിനും ദോഷം ചെയ്യുന്നത് തടയുന്നു. എന്നാൽ വിക്ഷേപണ പരാജയം മൂലം റോക്കറ്റിനെ ഇങ്ങനെ തകർക്കുമ്പോൾ സഞ്ചാരികളുള്ള ബഹിരാകാശ പേടകത്തെയാണ് റോക്കറ്റ് വഹിക്കുന്നതെങ്കിൽ അതിലെ മനുഷ്യജീവന് കാര്യമായ അപകടസാധ്യത സൃഷ്ടിക്കുന്നു. ചലഞ്ചർ എന്ന ബഹിരാകാശ വാഹനത്തിന്റെ ദാരുണമായ ഉദാഹരണം ഈ അപകടസാധ്യത ഉയർത്തിക്കാട്ടുന്നു. ഈ അപകടസാധ്യത ലഘൂകരിക്കുന്നതിന് ആളുകളെ വഹിക്കുന്ന ബഹിരാകാശ പേടകമാണെങ്കിൽ അതിൽ ഒരു ലോഞ്ച് എസ്കേപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ലോഞ്ച് അബോർട്ട് സിസ്റ്റം കൂടി അധികം ഘടിപ്പിക്കുന്നു. ഒരു തകരാറുണ്ടായാൽ ബഹിരാകാശ സഞ്ചാരികളെ ഭൂമിയിൽ സുരക്ഷിതമായി ഇറക്കുന്നതിന് ഇത് സഹായിക്കുന്നു. സ്പേസ് ക്യാപ്സ്യൂളുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം പ്രാരംഭ വിക്ഷേപണ ഘട്ടത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരുടെ കമ്പാർട്ട്മെന്റിനെ പ്രധാന റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി സുരക്ഷിത പാതയിലേക്ക് തിരിച്ചുവിടുന്നു. റോക്കറ്റിന്റെ ഏറ്റവും മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഞ്ച് അബോർട്ട് സിസ്റ്റം കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. റോക്കറ്റ് കുതിച്ചുയരുന്ന സമയത്ത് ആദ്യ 2 ഘട്ടങ്ങളിലെ എയറോഡൈനാമിക് സമ്മർദ്ദങ്ങളിൽ നിന്ന് വിക്ഷേപണ വാഹനത്തെ സംരക്ഷിക്കാനും ഇത് സഹായകമാണ്. സഞ്ചാരികളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം. വിക്ഷേപണ സമയത്ത് ബഹിരാകാശ യാത്രികരെ സംരക്ഷിക്കുന്നത് ബഹിരാകാശ പര്യവേക്ഷണത്തിന് നിർണായകമാണ്.